സഹകരണ ബാങ്ക് നിയമന തട്ടിപ്പ് കേസിൽ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്ത് വിജിലൻസ്. ബത്തേരി PWD റെസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചോ? ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമായും ചോദിച്ചറിഞ്ഞത് സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന നിയമനവുമായി ബന്ധപ്പെട്ടാണ്. വലിയ രീതിയിലുള്ള കോഴ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിച്ചിരുന്നു. അതിൽ IC ബാലകൃഷ്ണനെതിരെയായിട്ടുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളിൽ വലിയ രീതിയിലുള്ള പണം ഈടാക്കുകയും അത് പിന്നീട് തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ തനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ്. അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുമ്പോൾ ഈ ഇടപാടുകളിലൊക്കെ തന്നെ IC ബാലകൃഷ്ണന് പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തുവരുന്നത്. അതിന്റെ നിജസ്ഥിതി അറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വിജിലൻസ് PWD റെസ്റ്റ് ഹൌസിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് വിശദമായി ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും തനിക്ക് ഇത്തരത്തിൽ ഒരു ബന്ധവുമില്ല. നിയമനങ്ങൾ നടക്കുന്നുണ്ട്, അതിന് സാമ്പത്തിക ഇടപാട് നടക്കുന്നുണ്ട്, പക്ഷേ തനിക്കൊരു ബന്ധമില്ല എന്നുള്ള കാര്യമാണ് IC ബാലകൃഷ്ണൻ വിജിലൻസിനോട് ആവർത്തിക്കുന്നത്. ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് വിജിലൻസ്. സഹകരണ ബാങ്ക് നിയമന തട്ടിപ്പ് കേസിലാണ് IC ബാലകൃഷ്ണൻ MLA വീണ്ടും വിജിലൻസ് ചോദ്യം ചെയ്തത്. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് വിജിലൻസ് നിലപാട്. ഇപ്പോൾ